എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം? 1 ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ നിങ്ങളുള്ളത്? ആ പാതിരാ നാടക കേരളം കണ്ടതാണ്. ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എന്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയിലെ കന്യപ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ചോദ്യങ്ങൾ ചിരിയും ചിന്തയും ഉയർത്തി. മുഖ്യമന്ത്രി കുതിരയാണ് സൂര്യനാണെന്നൊക്കെ വാഴ്ത്തുമ്പോഴും മനുഷ്യനാണെന്ന് ആരും പറഞ്ഞില്ല. തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന പാലക്കാട് ജനതയെ ഓർക്കാതെ ബ്രൂവറി തുടങ്ങാൻ സർക്കാർ എന്തിനു മുന്നിട്ടിറങ്ങുന്നു? കുമ്പളങ്ങി നൈറ്റ്സിലെ അത്യാവശ്യം സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സൈക്കോ ഷമിയുടെ മറ്റൊരു വേർഷനാണ് സർക്കാർ. രാഹുൽ പരിഹസിച്ചു. BJPയുടെയും സംഘപരിവാറിന്റെയും മാത്രം വർഗീയതയെ അല്ല ഞാൻ തോൽപ്പിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയെയും പരാജയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇപ്പോൾ പാലക്കാട് ജനതയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും TP ചന്ദ്രശേഖരൻ എന്ന നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ എന്ത് വൃത്തികേടാണ് സർ കാണിച്ചത്? കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ ചെറുപ്പക്കാരൻ, അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വ്യക്തമായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്? എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ? മാങ്കൂട്ടത്തിൽ കത്തിക്കയറുകയായിരുന്നു. ഉരുളയ്ക്കുപ്പേരി പോലത്തെ മറുപടികൾ, മൂർച്ചയുള്ള വാദങ്ങൾ, മുനയുള്ള നർമ്മം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ ശബ്ദമായതിനു പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയാണ്.